ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂൾ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിലെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഫിനോമിനൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ മാഗ്നറ്റ് ഹാവിംഗ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആൻഡ് ഓൾസോ എ കോയിൽ വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ. Okay, when he moves the magnet towards to the coil, he found that some deflection is occurring into the galvanometer, and when the magnet is moving away from the coil, the deflection is in the opposite direction. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം മാഗ്നറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫ്ലക്സിലുള്ള ചേഞ്ച് കാരണം ഈ ഒരു കോയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നു, കറൻറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളൊരു ഫിനോമിനൻ പറയുന്നത്. അപ്പം അദ്ദേഹം അതനുസരിച്ചിട്ട് ഒരു 2 ലോ, അതിനെ ബേസ് ചെയ്തിട്ട് 2 ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ചേഞ്ചസ് an EMF induced in the conductor. If the conductor forms a complete loop or circuit, a current will be flowing in it. This phenomenon is known as electromagnetic induction. ഓക്കെ, അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം EMF ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല, ഫ്ലക്സ് ചേഞ്ച് വേണം. ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിലാണ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഓൾവേസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലോ അനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅dt ആണ്. where d∅dt is representing the rate of change of magnetic flux, N is the number of turns of the coil, and E is the EMF, induced EMF in volt. ഓക്കെ, അപ്പം സെക്കൻഡ് എന്താ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഒരു EMF എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ ഫ്ലക്സ് ചേഞ്ചിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതനുസരിച്ചാണ് നമുക്ക് E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅dt എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഈ 2 ലോയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലെൻസസ് ലോ? ലെൻസസ് ലോ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാനുള്ള ലോ ആണ്. അപ്പോൾ ആസ് പെർ ലെൻസസ് ലോ മീൻസ് ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എനി ഇൻഡ്യൂസ്ഡ് EMF വിൽ സർക്കുലേറ്റ് എ കറൻറ്റ് ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. എന്ത് കോസ് കാരണം അല്ലെങ്കിൽ എന്ത് കാരണമാണോ EMF പ്രൊഡ്യൂസ് ചെയ്ത് ആ EMF കാരണം ഒരു കറൻറ്റ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ആ കോസിനെ ഒപ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ EMFൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് സൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് E ഈസ് ഈക്വൽ ടു -N ഇൻറ്റു d∅dt. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ബട്ട് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള EMF എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? അതുണ്ടാവാൻ കാരണമായിട്ടുള്ള കോസിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ലെൻസസ് ലോ പറയുന്നത്. ഓക്കെ, നൗ ഇൻഡ്യൂസ്ഡ് EMF. നമുക്ക് വീണ്ടും ഇൻഡ്യൂസ്ഡ് EMFിലേക്ക് വരാം. അപ്പം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ 2 ലോസും നോക്കുക. ഇനി 2 ടൈപ്പ് EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. When the magnetic flux linking a conductor or coil changes, an EMF is induced in it. This change in flux linkages can be brought about in the following 2 types. അപ്പോൾ ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അവിടെ ഒരു സ്റ്റേഷനറി ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടക്ടറും സ്റ്റേഷനറി ആണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും സ്റ്റേഷനറി ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏതെങ്കിലും ഒന്നുകിൽ കണ്ടക്ടറിന് ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറിയും മാഗ്നറ്റിക് ഫീൽഡിന് മൂവ്മെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമാണ്
EMF പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് EMF ഉള്ളത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഇപ്പോൾ രണ്ടും പ്രത്യേകം മനസ്സിലാക്കുക. വെൻ എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ് ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ശ്രദ്ധിക്കുക, കണ്ടക്ടറാണ് മൂവ് ചെയ്യുന്നത്, ഫീൽഡ് എന്താണ്, സ്റ്റേഷനറി ആണ്. അങ്ങനെയുള്ള സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് DC ജനറേറ്ററൊക്കെ. And what is statically induced EMF? When the conductor is stationary and magnetic field is moving or changing. Magnetic ഫീൽഡിലാണ് ചേഞ്ച് വരുന്നത്, കണ്ടക്ടർ എന്താണ്, സ്റ്റേഷനറി ആണ്. അങ്ങനത്തെ കേസിലുള്ള EMFനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ട്രാൻസ്ഫോമർ. ക്ലിയർ. നെക്സ്റ്റ് വൺ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ് വരുന്നത്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺസിഡർ എ സിംഗിൾ കണ്ടക്ടർ ഓഫ് ലെങ്ത് L meters moving at right angle to a uniform magnetic field of B Weber per meter square with the velocity V meter per second. Okay, suppose the conductor moves through a small distance dx in dt seconds, then the area swept by the conductor is L into dx. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു അപ്പോൾ സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഫീൽഡ് ഉണ്ട് അല്ലേ, ഹാവിങ് നോർത്ത്, ഒരു മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. സോ ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയ്ക്ക് എന്തുണ്ട്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെ ഒരു L ലെങ്ത് ഉള്ളൊരു കണ്ടക്ടർ ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിളിൽ വെക്കുകയാണെങ്കിൽ ഇതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഒരു V cos θ കമ്പോണൻ്റ് ഉണ്ട്, അതുപോലെ V sin θ കമ്പോണൻ്റ് ഉണ്ട്. അപ്പം V cos θ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ് അല്ലേ. V sin θ എന്ന് പറയുന്നതോ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഫ്ലക്സ് d∅ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് d∅ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ സ്വെപ്റ്റ് ആണ്. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ഈ കണ്ടക്ടറിൻ്റെ ഡിസ്റ്റൻസ്, മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അറ്റ് എ വെലോസിറ്റി V ആണ്, ഡിസ്റ്റൻസ് dx ആണ്, അറ്റ് ദ ടൈം dt. ഇത്ര നമുക്കറിയാം. ഓക്കെ, അപ്പം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, L ഇൻറ്റു dx ആവുമല്ലോ, ലെങ്ത് ഇൻറ്റു അത് സഞ്ചരിച്ചിട്ടുള്ള ദൂരം, ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, L ഇൻറ്റു dx ആണ്, അതാണ് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഫ്ലക്സ് ഡെൻസിറ്റി B അല്ലേ, B വെബർ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്കസ് ചെയ്തതാണ്. സോ B ഇൻറ്റു L ഇൻറ്റു dx എന്ന് വരും, ദാറ്റ് ഈസ് BL dx വെബർ. ഓക്കെ, അപ്പം ഇവിടെ B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, L dx എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചിട്ട് വി നോ ദാറ്റ് E ഈസ് ഈക്വൽ ടു എന്താണ്, E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅/dt ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ d∅യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, നമുക്ക് BL dx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസിഡർ N ഈസ് ഈക്വൽ ടു 1. N 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് N ഈക്വൽ ടു 1 ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, N ഇൻറ്റു d∅/dt പകരം എങ്ങനെ വരാം, BL dx/dt എന്ന് വരില്ലേ, N ഈക്വൽ ടു 1 ആണ്. സോ E ഈസ് ഈക്വൽ ടു എന്ത് വന്നു, BLV വോൾട്ട് എന്ന് വന്നു. ഓക്കെ, അപ്പം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, EMF ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഓൾസോ വെലോസിറ്റി എന്താണ്, dx/dt ഈസ് ദ വെലോസിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ആംഗിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിലോ, ഇഫ് ദ കണ്ടക്ടർ മൂവ്സ് അറ്റ് ആംഗിൾ θ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, എപ്പോഴായിരിക്കും മാക്സിമം ഫീൽഡ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, അതായത് റൈറ്റ് ആംഗിളിലാവുമ്പോൾ അല്ലേ, ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആവുമ്പോൾ എന്തായിരിക്കും മാക്സിമം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഫീൽഡിന് പാരലായിരിക്കുന്ന സമയത്തോ EMF എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം അവിടെ എന്ത് വരുന്നില്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് വരുന്നില്ല. ഓക്കെ, അപ്പം ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ EMF E ഈസ് ഈക്വൽ ടു BLV വോൾട്ട് ആണ്. വെൻ വി ആർ കൺസിഡറിങ് ദ ആംഗിൾ θ വി വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു BLV സൈൻ θ. ഓക്കെ, നൗ ഇതിൻ്റെ ഡയറക്ഷൻ തരുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അപ്പം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് വെനെവർ യു സ്ട്രെച്ച് ഔട്ട് യുവർ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് സോ ദാറ്റ് ദേ ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു വൺ അനദർ. ഓക്കെ, അങ്ങനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യുമ്പോൾ ഫോർ ഫിംഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്, തമ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മിഡിൽ ഫിംഗർ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ EMF ഏത് ഡയറക്ഷനിലാണ്, അതുപോലെ
വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ഫീൽഡ്. ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കേസിൽ വിച്ച് വിൽ ബി ഗിവ്സ് ബൈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ റൂൾ എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. തമ്പ് പോയിൻറ്റ്സ് ഔട്ട് ദ മോഷൻ ഓഫ് കണ്ടക്ടർ, ഫോർ ഫിംഗർ പോയിൻറ്റ്സ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ മിഡിൽ ഫിംഗർ പോയിൻറ്റ്സ് ഔട്ട് ദ ഇൻഡ്യൂസ്ഡ് EMF. ദെൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അതുകൂടി അറിഞ്ഞു വയ്ക്കുക. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വയർ. ഓക്കെ, ഇപ്പം ഇഫ് ഇറ്റ്സ് മോഷൻ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറൻറ്റ് ഓർ ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ നോൺ. ഇപ്പം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടക്ടറിൻ്റെ മോഷനെയും ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ സെക്കൻഡ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറൻറ്റിൻ്റെ ഡയറക്ഷനുമാണ്. അപ്പോൾ ഇതുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.